എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 21-ാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഴുവനായും കേൾക്കുകയും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന അപേക്ഷയോടെ ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. 2 ദിവസം നിരത്തുംതട്ടിൽ നിന്നതിന് ശേഷം ഔതച്ചൻ തിരിച്ചുപോയി. അവിടെ ചെയ്യാമെന്നേറ്റിരുന്ന പണികൾ തീർക്കുകയെന്ന തൻ്റെ ഉത്തരവാദിത്വവും മറക്കാൻ ഔതച്ചൻ തയ്യാറല്ലായിരുന്നു. മാത്രവുമല്ല, നിരത്തുംതട്ടിൽ വന്നു പോകുക എന്നതല്ലാതെ അവിടെ നിൽക്കുന്നതിനെക്കുറിച്ച് അയാൾ ചിന്തിച്ചിട്ടേയില്ല. ആരുമായും താരതമ്യം ചെയ്യുകയോ ആരോടും മത്സരിക്കുകയോ ചെയ്യാത്ത ഒരു ശുദ്ധാത്മാവായിരുന്നു ഔതച്ചൻ. എന്നാലും ഒരു പെൺകുട്ടിയുടെ അച്ഛനും കൂടി ആയതുകൊണ്ട് അയാളുടെ ഉത്തരവാദിത്വങ്ങൾ കൂടിയതായി അയാൾ തന്നെ കണക്കാക്കുന്നു. അതുകൊണ്ട് തൻ്റെ മകൾ വലുതായി വരുന്നതനുസരിച്ച് പരമാവധി സമ്പാദ്യമുണ്ടാക്കി വയ്ക്കാനും ഫോറസ്റ്റുകാർ ഇറക്കി വിടാത്ത കുറേ സ്ഥലവും കൂടി വാങ്ങിയെടുക്കാനും കഠിനാധ്വാനം ചെയ്യുക എന്നതായിരുന്നു ഔതച്ചൻ്റെ തീരുമാനം. അതിനായിട്ടായിരുന്നു അയാൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നതും. കത്രീനാമ്മയും അനുവും വീട്ടിൽ വന്നതു മുതൽ കുട്ടിച്ചന് വളരെ സന്തോഷമാണ്. മിക്കവാറും സമയം അനു വല്യപ്പച്ചൻ്റെ കൂടെ തന്നെ സമയം ചെലവഴിക്കുന്നു. ആ സമയമൊന്നും അയാൾ വേദന അറിയുന്നതേയില്ല. അല്ലെങ്കിൽ തന്നെ കൊച്ചുമക്കൾ അടുത്ത് നിന്ന് കൊഞ്ചിക്കുഴഞ്ഞ് വർത്തമാനം പറയുമ്പോൾ ഏത് വല്യപ്പനാണ് വേദന അറിയുക, അല്ലെങ്കിൽ വിഷമം അനുഭവിക്കുക? വല്യപ്പൻ്റെ അടുത്തു നിന്ന് മാറിയാൽ പിന്നെ അനു വല്യമ്മയുടെ അടുത്തേക്കായിരിക്കും പോവുക. കത്രീന മിക്കവാറും അവളെ കാണുന്നത് തന്നെ രാത്രി ഉറങ്ങാൻ വന്ന് കൂടെ കിടക്കുമ്പോൾ ആയിരിക്കും. അത്രയ്ക്കും തിരക്കാണ് അനുവിന് ഇപ്പോൾ. അങ്ങനെ ദിവസങ്ങൾ വളരെ സന്തോഷകരമായി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഒരു ദിവസം കുട്ടിച്ചൻ്റെ ശരീരം തുടച്ചു കഴിഞ്ഞ് കത്രീനാമ്മ ബെൽറ്റ് ഇട്ടതാണ്. അപ്പോൾ അപ്രതീക്ഷിതമായി കത്രീനയുടെ കൈ അല്പം കൂടുതൽ ശരീരത്തിലേക്ക് അമർന്നു. നേരത്തെ അതിനേക്കാൾ വളരെ കൂടുതലൊക്കെ കുട്ടിച്ചൻ്റെ ദേഹത്ത് ഉരുളുകയും മറിയുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് കത്രീനാമ്മയും ജോസും ബേബിയുമൊക്കെ. എന്നാൽ അന്നൊക്കെ കുട്ടിച്ചൻ്റെ ശരീരം പാറ പോലെ ഉറച്ചതായിരുന്നു. അതിന് മുകളിൽ കൂടി ഉരുളുന്ന കുട്ടികൾക്ക് വേദനയെടുത്താലല്ലാതെ അയാളുടെ ശരീരത്തിൽ അല്പം പോലും വേദന എടുക്കില്ല. പക്ഷേ ഇന്ന് സ്ഥിതി അതല്ല. കത്രീനാമ്മയുടെ കൈ അല്പം അമർന്നപ്പോഴേക്കും തന്നെ അയാൾ അതിശക്തമായ വേദനയാൽ നിലവിളിച്ചു. അവൾ വന്നതിന് ശേഷം അപ്പൻ വേദന കൊണ്ട് കരയുന്നത് ആദ്യമായി കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ കാണുന്നതാണ്. വീട്ടിലുള്ള എല്ലാവരും ഓടി വന്നു. 2-3 ദിവസമായി യാതൊരു കുഴപ്പവുമില്ലായിരുന്നയാൾക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും സംശയിച്ചത്. പുറത്ത് തപ്പി നോക്കിയ ബേബി ഒരു സംശയം പറഞ്ഞു. ഒരു വാരിയെല്ല് പൊട്ടിയിട്ടുണ്ടോ എന്ന്. മുന്നോട്ട് പോകും തോറും അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും അത് വരാതിരിക്കാൻ എല്ലാ ദിവസവും വളരെ ശ്രദ്ധിക്കണമെന്നും കൃത്യമായി ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. അപ്പോഴും കുട്ടിച്ചൻ കരച്ചിൽ തന്നെയാണ്. ആ രാത്രിയിൽ തന്നെ ഡോക്ടറെ കാണാൻ പോകേണ്ടി വരുമോ എന്ന് വിചാരിച്ചതാണ്. എന്നാൽ രാത്രിയിലത്തേക്കുള്ള മരുന്ന് കഴിച്ച് വേദന ശമിച്ചതുകൊണ്ടാണോ അതോ ആ ഭാഗമൊക്കെ മരവിച്ചു പോയതുകൊണ്ടാണോ കുട്ടിച്ചൻ കരച്ചിൽ നിർത്തി. എന്നാലും തീവ്രമായ വേദന അനുഭവിക്കുന്നുണ്ട് അപ്പനെന്ന് മക്കൾക്കെല്ലാവർക്കും സാറാമ്മയ്ക്കും മനസ്സിലായി. അപ്പനിങ്ങനെ വേദന അനുഭവിക്കുമ്പോൾ നമുക്കിവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് അപ്പനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. അവിടെ ചെന്നാൽ വേദന കുറയാനുള്ള എന്തെങ്കിലും അവർ കൊടുക്കും. ഇപ്പോൾ കഴിക്കുന്ന ഗുളിക ഫലിക്കുന്നില്ല. അതാണ് ഇത്ര തീവ്രമായി വേദനയുണ്ടാകാൻ കാരണം. ഇനി പോകാനുള്ള സ്ഥലം ആശുപത്രിയല്ല, അങ്ങേ ലോകത്തേക്കാണ് എന്ന് മക്കളോട് പറയണമെന്നുണ്ടായിരുന്നു കുട്ടിച്ചന്. എന്നാൽ കുത്തിപ്പറിക്കുന്ന ഈ വേദന അനുഭവിക്കുന്നതിനിടയിൽ ഒരക്ഷരം പോലും അയാൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. എന്നാലും അയാൾ വേണ്ട എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. വാരിയെല്ല് പൊട്ടിയെങ്കിൽ അത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. വിവരം ഡോക്ടറെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. പുറത്ത് തപ്പി നോക്കിയപ്പോൾ അതേ സംശയമാണ് എന്ന് ജോസിനും തോന്നിയത്. എന്നാലും അപ്പൻ പറഞ്ഞതിന് പ്രകാരം തൽക്കാലം ഇപ്പോൾ ആശുപത്രിയിൽ പോകണ്ട എന്നും വൈകുന്നേരത്തേക്കുള്ള മരുന്ന് കൊടുത്താൽ മതി എന്നും വേദന കുറച്ച് കുറയുമോ എന്ന് കുറച്ച് സമയം നോക്കാമെന്നും എല്ലാവരും കൂടി തീരുമാനിച്ചു. അപ്പോൾ വീടിൻ്റെ മുൻവശത്തായി ഒരു വണ്ടി വന്ന് ബ്രേക്ക് ഇട്ടു. ഒരു ജീപ്പ് തന്നെ ആയിരുന്നു അത്.
ആരാണെന്ന് നോക്കാൻ വേണ്ടി ജോസ് പുറത്തേക്ക് പോയി. അവരുടെ ഭാഗ്യമെന്നേ പറയണ്ടു. തോമസ് കുട്ടി ഡോക്ടർ കുട്ടിച്ചനെ കാണാൻ വേണ്ടി വന്നതാണ്. ഗംഗാധരൻ ഡോക്ടറെ കണ്ടു വന്നതിൽ പിന്നെ ഒരു തവണ വന്നിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായി കാണാനില്ല. എന്തെങ്കിലും തിരക്കുണ്ടായിരിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചു. പിന്നെ ബേബിയെ കണ്ടാൽ വിവരങ്ങൾ അന്വേഷിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവർ ഒരു വിഷമസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർ വന്നത് അവർക്ക് വലിയ ഭാഗ്യമായി തോന്നി. ബേബി തോമസ് കുട്ടിയോട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ അപ്പനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഡോക്ടർ വരുന്നത്. കത്രീന അപ്പൻ്റെ പുറം തിരുമ്മിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വാരിയെല്ലിൽ ഒരെണ്ണം പൊട്ടിയോ എന്നൊരു സംശയം. അപ്പനാണെങ്കിൽ വേദന കൊണ്ട് നിലവിളിക്കാനും തുടങ്ങി. സാധാരണ പോലെയുള്ള പ്രയോഗങ്ങൾ കൊണ്ടൊന്നും വേദന കുറഞ്ഞില്ല. അയ്യോ, അതാകെ പ്രശ്നമായ കാര്യമാണല്ലോ. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എന്തു ചെയ്തു? കുട്ടിച്ചൻ ചേട്ടൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നില്ലല്ലോ. വൈകുന്നേരം കൊടുക്കേണ്ട മരുന്ന് അല്പം നേരത്തെ അങ്ങ് കൊടുത്തു. ആ ഗുളികയുടെ ഡോസ് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ അപ്പനൊന്ന് മയങ്ങിയിട്ടുണ്ട്. വേദന കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുന്നു. ഏതായാലും തോമസ് കുട്ടി ഒന്ന് നോക്ക്. എന്നിട്ട് ഗംഗാധരൻ ഡോക്ടറെ വിളിക്കണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ അഭിപ്രായം അറിയാമല്ലോ. എന്തെങ്കിലും ചെയ്യുകയോ കൊണ്ടുപോവുകയോ വേണമെങ്കിൽ ചെയ്യാം. തോമസ് കുട്ടിയും ബേബിയും തമ്മിൽ അത്ര കൂട്ടുകാരാണല്ലോ. അവൻ പറഞ്ഞാൽ തോമസ് കുട്ടിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മാത്രവുമല്ല, കുട്ടിച്ചൻ ചേട്ടനുമായിട്ടുള്ള ഇരിപ്പും അങ്ങനെ തന്നെയാണ്. തോമസ് കുട്ടി വേഗം തന്നെ കുട്ടിച്ചൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അപ്പോൾ കുട്ടിച്ചൻ ചേട്ടൻ നല്ല ഉറക്കമാണ്. പുറം തലോടി നോക്കിയപ്പോഴേ തോമസ് കുട്ടിയുടെ മുഖമാകെ വിളറി. നീ പേടിച്ചത് ശരി തന്നെയാണടാ ബേബി. ഒരു വാരിയില്ലെങ്കിലും പൊട്ടിയിട്ടുണ്ട്. അത് പൊട്ടാൻ തുടങ്ങിയാൽ പിന്നെ രക്ഷയില്ല താനും. ഈ അസുഖമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും പൊട്ടിയ എല്ലുകൾ പിന്നീട് കൂടിച്ചേരുകയില്ല. ഇനിയിപ്പോൾ ആകെ കൊടുക്കാൻ കഴിയുന്നത് വേദനയ്ക്കുള്ള മരുന്ന് മാത്രമാണ്. ഏതായാലും ഗംഗാധരൻ ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കിയേക്കാം. തോമസ് കുട്ടി ഇടമുളയിലെ വീട്ടിലെ നമ്പറിൽ നിന്ന് തന്നെ ഗംഗാധരൻ ഡോക്ടറെ വിളിച്ചു. വിവരങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. തൻ്റെ നിഗമനവും കൃത്യമായി പറഞ്ഞു. സംശയമൊന്നുമില്ല, ഈ അസുഖം വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തന്നെയൊക്കെയാണ് സംഭവിക്കുക. ഇനി അധിക ദിവസത്തേക്ക് ആളുടെ ജീവൻ നിലനിർത്തുക വിഷമകരമായ കാര്യമാണെന്ന് അയാൾക്കപ്പോഴേ മനസ്സിലായി. വിവരം തോമസ് കുട്ടിയോട് പറയുകയും ചെയ്തു. സാഹചര്യമുണ്ടെങ്കിൽ മാത്രമേ വീട്ടുകാരോട് പോലും പറയേണ്ടൂ എന്ന് പ്രത്യേകം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. നാളെ വേണമെങ്കിൽ തോമസ് കുട്ടി ചെന്നാൽ ആ കൂടെ വീട്ടിൽ വരെ വന്ന് കുട്ടിച്ചൻ ചേട്ടനെ കാണാമെന്ന് പറയാൻ പറഞ്ഞു. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗുളിക വേദനയ്ക്കുള്ളത് വേണമെങ്കിൽ ഒരെണ്ണം കൂടി കൊടുത്തുകൊള്ളാനും പറഞ്ഞു. ഗംഗാധരൻ ഡോക്ടർ ഏൽപ്പിച്ചതിന് പ്രകാരം തോമസ് കുട്ടി ആ കാര്യം ബേബിയെ ഏൽപ്പിച്ചു. വേദനയുടെ മരുന്നാണെങ്കിലും ഇത് ഓവർഡോസാണ്. ആരോഗ്യം ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഓവർഡോസ് മരുന്ന് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. എന്നാലും കൊടുത്തുകൊള്ളാൻ പറഞ്ഞത് തന്നെ പഠിപ്പിച്ച ഡോക്ടറാണല്ലോ. ആ ധൈര്യത്തിൽ തോമസ് കുട്ടി ബേബിയോട് കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. എന്തായാലും നാളെ രാവിലെ പോയി ഗംഗാധരൻ ഡോക്ടറെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം. ഇനിയിപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതിലും എളുപ്പമാണ് ഡോക്ടർ വരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഡോക്ടറെ ഇവിടെ കൊണ്ടുവരിക എന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ തന്നെ പോയി രാവിലെ ഡോക്ടറെ കൂട്ടി വരാം. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ട് വിട്ടിട്ട് മാത്രമേ ഞാൻ എൻ്റെ ക്ലിനിക്കിലേക്ക് പോകുന്നുള്ളൂ. നേരത്തെ കൊടുത്ത ഗുളികയുടെ എഫക്റ്റ് തീർന്നപ്പോഴേക്കും വീണ്ടും കുട്ടിച്ചൻ ചേട്ടൻ ഞെളിപിരി കൊള്ളാനും കരയാനും തുടങ്ങി. ആ സമയത്ത് തന്നെ രണ്ടാമത്തെ ഗുളിക കൊടുത്തുകൊള്ളാനാണ് തോമസ് കുട്ടി ഡോക്ടർ പറഞ്ഞിട്ട് പോയത്. അതനുസരിച്ച് അവർ രണ്ടാമത്തെ ഗുളികയും കൊടുത്തു. വീണ്ടും കുട്ടിച്ചൻ ഉറങ്ങി. അന്നത്തെ ഉറക്കം നേരം വെളുക്കുവോളം തുടർന്നു. രാവിലെ ആയപ്പോഴേക്കും വേദനയ്ക്ക് അല്പം ശമനമുള്ളതായി തോന്നി. വേദനയെപ്പറ്റി പ്രത്യേകമൊന്നും ആരും ചോദിച്ചതുമില്ല. മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തത് മാത്രം. രാവിലെ ഗുളികയുമായി ചെന്ന കത്രീനാമ്മയോട് കുട്ടിച്ചൻ ചോദിച്ചു, എന്തിനാ മോളെ എന്നെ ഇതെല്ലാം തീറ്റിക്കുന്നത്? വേദന അറിയാതിരിക്കാനല്ലേ? എന്തു തന്നെ കഴിച്ചാലും മരണവേദനയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ശരീരത്തിൽ നിന്നും ജീവൻ പിരിയുമ്പോൾ പോലും ഇത്ര വേദനയുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ ഈ വേദനയോടൊപ്പം ജീവനും കൂടി അങ്ങ് പിരിഞ്ഞു പോകുമോ? അതൊട്ടില്ല താനും. ഞാൻ മരിച്ചു പോകാൻ നിങ്ങൾ ആരും പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പൻ്റെ സംസാരം കേട്ടപ്പോൾ ശരിക്കും കത്രീനായിക്ക് സങ്കടം.
അപ്പൻ്റെ മുമ്പിൽ സങ്കടം ഭാവിക്കരുതെന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നെങ്കിലും അവൾ പൊട്ടിക്കരഞ്ഞു പോയി. ആ കണ്ണുകളിൽ നിന്നും ധാരയായി കണ്ണുനീർ ഒഴുകിയത് കണ്ടപ്പോൾ കുട്ടിച്ചന് സഹിച്ചില്ല. അയാൾ കൈകൾ ഉയർത്തി അവളുടെ കണ്ണുകൾ തുടച്ചു. കവിളിലൂടെ ഒഴുകിയ അവസാന തുള്ളിയും തുടച്ചു കഴിഞ്ഞതിന് ശേഷം അവളോട് പറഞ്ഞു, അപ്പൻ ഇനി ഇങ്ങനെ ഒന്നും പറയില്ല. നീ ആ വകയിൽ ഒരു തുള്ളി കണ്ണുനീർ പോലും ഇനി ഒഴുക്കേണ്ട ആവശ്യം വരികയുമില്ല. നീ ഒന്ന് ചിരിച്ചേ, ഞാനതൊന്ന് കാണട്ടെ. ജീവൻ പിരിയുന്ന വേദനയെടുത്ത് കിടക്കുന്ന അപ്പൻ്റെ മുമ്പിൽ നിന്ന് ഒരു മകൾക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയും? അതായിരുന്നു അപ്പോൾ കത്രീന അമ്മയുടെ വിഷമം. നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ. പിന്നെ എല്ലാവരും മുഴുവനും കേൾക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഞാനതെല്ലാ തവണയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും.